നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കെതിരെ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നീ എന്ത് ചെയ്യുന്നു? എനിക്കൊന്ന് കാണണം. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. എടാ, എന്റെ കയ്യിലടാ നിന്റെ കഴുത്ത് ഞെരിയുന്നത്. എന്നിട്ട് പിന്നെ എങ്ങനോടാ നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നത്? എടാ, എനിക്കൊന്നുമില്ല. വന്നല്ലോ വനമാല. നിന്റെ ഫോണിങ് എടുത്തേ. ഫോൺ എടുക്കടി. ഫോൺ എടുക്കാൻ പറയടാ. ക്യാച്ച്. എല്ലാരും എത്തിയപ്പോ ഇനി ആരൊക്കെ വരാനുണ്ട്? എന്താ വിശ്വാസമാവണില്ലേ? ഞാൻ സത്യ പറയണേ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുക. സിദ്ധു നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ജാനകി അമ്മേ, സ്വാമിയച്ഛനാ വിളിച്ചത്. സിദ്ധുമോന്റെ അസുഖമൊക്കെ ഭേദമായിന്ന്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അതെ, എത്രയും പെട്ടെന്ന് എനിക്ക് സിദ്ധുവിനെ കാണണം മോനെ. ഹലോ മഹാദേവൻ, അയാൾ ആകെ എക്സൈറ്റഡ് ആണ്. സ്വാമിച്ച, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. സ്വാമിയച്ഛനോട് ഇപ്പോ എനിക്കൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. അവനെ കാണാൻ ഞങ്ങൾക്ക് തിടുക്കമായി. ശരി ശരി, ആയിക്കോട്ടെ. ശരി ശരി. എടാ, നമ്മുടെ സിദ്ധുവിന്റെ എല്ലാ അസുഖവും മാറിയത്. അവൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന്. ഏട്ടാ, നമ്മള് പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മളെ കൈവിട്ടില്ല. ഏട്ടാ, നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്ക്. അപ്പോഴേക്കും ഞങ്ങള് ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം അല്ലേ? ശരി, ഇനി സംസാരിച്ചേക്കാൻ സമയമില്ല. പെട്ടെന്ന് പോവാം. ശരി ശരി, വാ. മോളെ. കൊഴഞ്ഞല്ലോ മായ. അവൻ നോർമലായാൽ അതിന്റെ ഒരു അപകടം അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അന്നത്തെ സംഭവങ്ങളൊക്കെ അവൻ ഓർത്തെടുത്താൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഹരിയേട്ട, എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നോർമൽ ആവോ? ആയാൽ എല്ലാം കുഴഞ്ഞു മറിയില്ലേ? നമ്മളെ കണ്ടാല്, പ്രത്യേകിച്ച് എന്നെ കണ്ട അവൻ ചിലപ്പോ വയലന്റ് ആകും. എന്താ ഒരു മാർഗം? അവനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുവോ? അല്ലാതെ പിന്നെ കാട്ടി കൊണ്ട് കളയുവോ? എന്താ ഹരിയേട്ട ഒരു വഴി? എനിക്കാകെ പേടിയാവുന്നു. ആ ഓടംകൊല്ലി വൈദ്യന്റെ ഒറ്റമൂലിയൊക്കെ വെറുതെ ആയല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? മുങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.